ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മുടെ മൂന്നാറിലെ സെക്കൻഡ് വ്ളോഗാണ്. സെക്കൻഡ് വ്ളോഗ് പാർട്ട് 1 കണ്ടിട്ടുണ്ടവർ മനസ്സിലാവും, പാർട്ട് 2 ആണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എക്കോ പോയിൻറ്റിലും പിന്നെ വട്ടാവടയിലും പിന്നെ ടോപ്പ് സ്റ്റേഷൻ, സ്ട്രോബെറി ഫാം, മാട്ടുപ്പെട്ടി ഡാം എന്നൊക്കെ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് എക്കോ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരെ എക്കോ പോയിൻറ്റിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം അങ്ങനെ നമ്മൾ എക്കോ പോയിൻ്റ് എത്തി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നതനുസരിച്ച് അത് എക്കോ അടിച്ചിട്ട് നമുക്ക് തിരിച്ച് കേൾക്കാൻ പറ്റും. അതാണ് ഈ ഒരു സ്പോട്ടിൻ്റെ പ്രത്യേകത കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നുണ്ട്. സോഫ്റ്റ് കോപ്പി ആയാലും നമ്മുടെ മൊബൈലിലേക്ക് ഷെയർ ചെയ്ത് തരുന്ന വിധത്തിലാണെങ്കിലും ഫോട്ടോസൊക്കെ എടുത്ത് തരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ സോഫ്റ്റ് കോപ്പിക്കൊക്കെ 100 രൂപയൊക്കെ വെച്ചിട്ടാണ് വാങ്ങുന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമ്മുടെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാലും തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നേരെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ളൂ. കുറേ ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സ്കൂൾ കുട്ടികളും പിന്നെ കോളേജ് അങ്ങനെയുള്ള കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡാമിൻ്റെ അരികത്തെത്തി. അപ്പോൾ ഇവിടെയും കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം വരാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ നിന്നും കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തു. അപ്പോൾ ഇത്തവണ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. അപ്പം നമ്മൾ 2 പേരുടെ ഫോട്ടോസ് അങ്ങനെ കുറവാണ്. ഒറ്റയ്ക്ക് മാത്രം നമ്മൾ ഫോണിൽ ഇങ്ങനെ എടുക്കാറേയുള്ളൂ. അപ്പോൾ 2 പേര് നിന്നിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കുറേ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റി. നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മാട്ടുപ്പെട്ടി ഡാമിൽ. നമ്മുടെ പൈൽമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ അവരെടുത്ത് തന്നു. അങ്ങനെ നമ്മളിവിടെയും ആസ്വദിച്ചു. ഇനി നേരെ നമ്മൾ എവിടേക്കാണ്, വട്ടവടയിലേക്ക് പോവാണ് കേട്ടോ. വട്ടവടയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ജാസ്തി ഉണ്ട്. അങ്ങനെ ഇവിടെ കുറേ മരങ്ങൾ, അതിനിടയിൽ കുറേ നമ്മുടെ കുരങ്ങനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓരോ ചിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ ഓടുന്നുണ്ട്. പിന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ എടുത്തിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് കുരങ്ങന്മാർ. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി തേയിലത്തോട്ടത്തിലൂടെ വീണ്ടും യാത്ര ചെയ്യും. അപ്പോൾ ഇത്ര നേരമായിട്ട് നമ്മൾ പുറത്തൊന്നൊരു ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു നല്ല സ്പോട്ട് കണ്ടപ്പോൾ ചായ കുടിക്കാൻ നിർത്തി കേട്ടോ. അപ്പോൾ ചെറിയൊരു കടയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ചായയും ഒരു സ്പെഷ്യൽ ഓംലെറ്റും ബ്രെഡും കഴിച്ചു കേട്ടോ. അതും കഴിച്ചതിൻ്റെ ഫോട്ടോ, എനിക്ക് ഓംലെറ്റൊക്കെ കഴിക്കുന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെത്തി നല്ല കോടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിറയെ കോടയും കാര്യങ്ങളൊക്കെയാണ്. വേറെ എവിടെയും ഇങ്ങനെ കോട നിറഞ്ഞിട്ട് ഞാൻ ഇത്ര നേരമായിട്ട് കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ഭാഗത്ത് നല്ല കോടയാണ്. നമ്മൾ റോഡ് വരെ കാണാൻ പറ്റാത്ത രീതിയിൽ കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുന്നവരെ നമുക്ക് നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ വരുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഓരോ വണ്ടിയും വന്നിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ കുറേ സ്ട്രോബെറിയും നമ്മുടെ തേനും പിന്നെ കുറേ ഫ്രൂട്ട്സ്, പേരക്ക അങ്ങനെയൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. കൂടുതലും നമ്മൾ ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ നല്ല തണുപ്പ് ആസ്വദിക്കാൻ പറ്റി കേട്ടോ. ഇവിടുത്തെ പ്രത്യേക ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറേ ഷോപ്പുണ്ട് കേട്ടോ. ലേഡീസ് ഷോപ്പ് കുറേ ഉണ്ട്, ബാഗ്സും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ടോപ്പ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ടോപ്പ് വ്യൂവിലെത്തുമ്പോൾ നമ്മുടെ ചുറ്റും കോടയും, അത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുള്ള വ്യൂ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനും എത്തി. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് പേരക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട്, പിന്നെ കുറേ ഫാൻസി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും പ്രത്യേകത തോന്നിക്കുന്ന കുറേ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലും ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സ്ട്രോബെറി, ജാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തേയില. ഇപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ എല്ലാ രീതിയും വെവ്വേറെ ഡിസൈനും കാര്യങ്ങളൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാലും
നല്ല നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം പൈസയൊക്കെ സെയിമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് 2 നല്ല വളകളൊക്കെ എടുത്തു. പിന്നെ ഷോപ്പിൽ നിന്ന് കുറേ നമ്മൾ ബാഗൊക്കെ നോക്കി. ബാഗിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. നമ്മൾ ഈ ബാഗൊക്കെ ചോദിച്ചപ്പോൾ 700 സംതിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നല്ല ക്യൂട്ടായുള്ള ഡോളുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പ് സ്റ്റേഷൻ്റെ എൻഡ് വരെ എത്താറായി കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡിലായിട്ട് നമുക്ക് കുറേ ചോക്ലേറ്റ്സ് ഇങ്ങനെ വെച്ച കാണാം. പിന്നെ തേനുണ്ട്. പിന്നെ കൂടുതലും ഗ്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിനൊക്കെ 150 അങ്ങനെ ഒരു റേറ്റിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ എൻഡിലെത്തി. ഇനി നമ്മൾ ഇവിടെ നിന്നും റിട്ടേൺ അടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ നേരെ വട്ടവടയിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലെത്തി. നേരെ വട്ടവടയിലേക്ക് പോവാണ്. അപ്പോൾ വെൽക്കം ടു വട്ടവട. ഇനി നേരെ വട്ടവടയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം വട്ടവടയിലേക്കും ഉണ്ട്. അപ്പോൾ വട്ടവടയിലുള്ള വിശേഷങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. വട്ടവടയിലേക്ക് പോകുമ്പോൾ നല്ല വ്യൂ ആണ്. 2 സൈഡും മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല നമ്മുടെ വയനാട്ടിലൊക്കെ പോകുന്ന പോലെ കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെയൊക്കെ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ പറയണത്. അപ്പോൾ ഇവിടെ റോഡ് സൈഡിലൊന്നും വണ്ടി നിർത്താൻ പാടില്ല എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മളുള്ള പായൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലോട്ട് വണ്ടി എടുത്ത് പോകുമ്പോൾ. നമുക്ക് പ്രത്യേക ഒരു രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് വട്ടവടയിലേക്കുള്ള യാത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് മരങ്ങളും നല്ല ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന തേയിലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ വട്ടവടയിലേക്ക് എത്താറായി കേട്ടോ. അപ്പം വട്ടവടയിൽ വരുന്നവർ മിസ് ചെയ്യാണ്ട് കാണേണ്ട സ്ഥലമാണ് നമ്മുടെ സ്ട്രോബെറി ഫാമും കാര്യങ്ങളും. ഇനി മൂന്നാറിൽ വരുന്നവർ മസ്റ്റായിട്ട് കാണേണ്ട 5 സ്പോട്ടാണ്. ടോപ്പ് സ്റ്റേഷൻ, എക്കോ പോയിൻ്റ്, പിന്നെ വട്ടവട, പിന്നെ സ്ട്രോബെറി ഫാം, പിന്നെ മാട്ടുപ്പെട്ടി ഡാം കേട്ടോ. അപ്പോൾ ഈ ഒരു 5 സ്പോട്ടും വളരെ പ്രധാനമാണ്. അപ്പോൾ വരുന്നവരൊക്കെ എന്തായാലും പോയി കാണേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വട്ടവടയിലേക്ക് യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ടൗൺ എത്താറായി. നിറയെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ മരങ്ങളൊക്കെ മുറിക്കുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ട് ചെയ്തിട്ടിട്ട്. അങ്ങനെ നമ്മൾ ടൗണിലെത്തി കേട്ടോ. അപ്പോൾ ടൗണിൽ വരുമ്പോൾ നമുക്ക് കുറേ നമ്മുടെ ഓഫ് റോഡിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കുറേ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ കാറൊക്കെ ഇറക്കാൻ പറ്റാത്തൊരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. അപ്പം ഞാൻ ഇതുവരെ സ്ട്രോബെറി തോട്ടം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാണാൻ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ട്രോബെറിയൊക്കെ പറിച്ചിട്ട് കഴിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. അതുപോലെ നമുക്കൊന്ന് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അങ്ങനെ നമ്മുടെ വട്ടവടയിലേക്കുള്ള റോഡ് എത്തി. നമ്മുടെ ടൗണിലേക്ക് വരുമ്പം നല്ല താഴെയുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പം നമ്മൾ താഴെ എത്തണം. ഈ സ്ട്രോബെറി ഫാമൊക്കെ കാണണമെങ്കിൽ നേരെ താഴെ പോകണം കേട്ടോ. അവിടെയൊക്കെയാണ് നമ്മൾ കുറേ ഫ്രൂട്ട്സിൻ്റെ ഫാമും പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ വട്ടവടയിലെ സ്ട്രോബെറി ഫാമിലൊക്കെ എത്തിയ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.